ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിന് ആക്കം കൂട്ടാൻ രാജ്യത്ത് സിഎഎ നടപ്പാക്കുന്നത് രണ്ടു തരം പൌരന്മാരെ സൃഷ്ടിക്കുമെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അസ്തിത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഇത്തരം രാഷ്ട്രീയ നെറികേടുകൾ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ലെന്നും കുറുക്കോളി മൊയ്തീൻ എംഎൽഎ അഭിപ്രായപ്പെട്ടു. ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന പ്രഖ്യാപനം, അതിന് ആ പ്രഖ്യാപനം അനുസരിച്ച് രാജ്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യം. അതിനുവേണ്ടി ഐക്യപ്പെടാൻ എല്ലാവരുമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. നാളെ ജാതീയമായ വിഷയങ്ങൾ പിന്നെ വരും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് മുന്നേറേണ്ടത് അനിവാര്യമാണ് എന്ന് മാത്രമേ ഞാൻ ഈ വലിയ വേളയിൽ പറയൂ. ചെറവന്നൂർ അത്താണിക്കൽ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിനു കീഴിലുള്ള സെൽവ സെന്റർ സംഘടിപ്പിച്ച സിഎഎ പ്രതിഷേധ ജാഗരണവും സൌഹൃദ ഇഫ്താറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഫാസിസ്റ്റ് ചേരി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പൌരത്വ ഭേദഗതി നിയമം രാജ്യത്തെ ഭൂരിപക്ഷ മതരാഷ്ട്രവാദത്തിലേക്ക് തള്ളിവിടുന്നതിനുള്ള ശ്രമങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് CK അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. പഠന സെഷനിൽ അമീനുള്ള സുലമി ക്ലാസ് എടുത്തു. സിഎഎ പ്രതിഷേധ ജാഗരണ ചർച്ചയ്ക്ക് ഷാനവാസ് പറവന്നൂർ നേതൃത്വം നൽകി. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ റഫ്സൽ പാറയിൽ, ഡോക്ടർ C മുഹമ്മദ്, TP അബ്ദുറഹ്മാൻ, നൌഷാദ് അലി കൊന്നാരത്തിൽ, P മുഹമ്മദ്, P നൌഷാദ്, MP അബ്ദുൽ മുനീർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മികച്ച വോളണ്ടിയർമാരായി സേവനമനുഷ്ഠിച്ച കിഡ്സ് ക്ലബ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ശേഷം നടന്ന സൌഹൃദ ഇഫ്താറിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു.